ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് മോഡ്യൂൾ 6 സ്റ്റാർട്ട് ചെയ്യാം. മോഡ്യൂൾ 6 പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ബോണ്ടിങ് ടെക്നിക്സ് ആണ്. അതേപോലെ മെംസ് ഏരിയാസ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. RF മെംസ്, ബയോമെംസ്, നെംസ് എക്സെട്ര. നമുക്ക് ബോണ്ടിങ് ടെക്നിക്സ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മൈക്രോ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് വരുന്നുണ്ട്. ഓക്സൈഡ് ലെയേഴ്സ്, നൈട്രേറ്റ് ലെയേഴ്സ്, ദെൻ സിലിക്കൺ ലെയേഴ്സ്. അപ്പോൾ ഇത്തരം ഡിഫറെൻറ്റ് ലെയേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യേണ്ടി വന്നേക്കാം. ആ ഒരു പ്രോസസ്സാണ് പറയുന്നത് ബോണ്ടിങ്. അപ്പോൾ ലെയേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതിനെ സർഫസ് ബോണ്ടിങ് എന്ന് പറയും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് വയേഴ്സ് വരാം, ഡിഫറെൻറ്റ് ഇൻ്റർ കണക്ട്സ് വരാം. അത്തരം ബോണ്ടിങ്ങിനെ വയർ ബോണ്ടിങ് എന്ന് പറയും. ഫസ്റ്റ് നമുക്ക് സർഫസ് ബോണ്ടിങ് നോക്കാം. ഡിഫറെൻറ്റ് ലെയേഴ്സ് അല്ലെങ്കിൽ വേഫർ ലെയേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ് സർഫസ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർഫസ് ബോണ്ടിങ് ടെക്നിക്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യൂസിങ് അഡ്ഹസീവ്സ്, യൂടാക്റ്റിക് സോൾഡറിങ്, anodic bonding, silicon fusion bonding or direct bonding or simply fusion bonding. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബോണ്ടിങ് ടെക്നിക്കാണ് യൂസിങ് അഡ്ഹസീവ്സ്. ബോണ്ട് ചെയ്യേണ്ട ലെയേഴ്സിനിടയ്ക്ക് അഡ്ഹസീവ് പ്ലേസ് ചെയ്യും, ദെൻ റിക്വയർഡ് ടെമ്പറേച്ചറിലെത്തിക്കും, ദെൻ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ ബോണ്ടിങ് നടക്കും. ഇത് വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബോണ്ടിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ബോണ്ട് ചെയ്യേണ്ട സർഫസ് ലെയേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരിക്കണം. മിക്കവാറും വാക്വം ചേമ്പറിലായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ റിക്വയർഡ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബോണ്ടിങ് നടക്കും. ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെക്കാട്ടി താഴെയായിരിക്കണം. ഓക്കെ. ദെൻ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ബോണ്ടിങ് അത്ര പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. കോമൺലി യൂസ് ചെയ്യുന്ന രണ്ട് അഡ്ഹസീവ് ലെയേഴ്സാണ് എപ്പോക്സി റെസിൻ ആൻഡ് സിലിക്കോൺ റബ്ബേഴ്സ്. അതുപോലെ ഹൈ ടെമ്പറേച്ചറിൽ ഇത്തരം റെസിൻസ് വിസ്റ്റാൻഡ് ചെയ്യത്തില്ല. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മറ്റൊരു ബോണ്ടിങ് ടെക്നിക്കാണ് യൂടാക്റ്റിക് ബോണ്ടിങ്. അതായത് യൂടാക്റ്റിക് ടെമ്പറേച്ചറിൽ അലോയ് ഫോം ചെയ്യും. നമുക്ക് ബോണ്ട് ചെയ്യാനുള്ള ലെയേഴ്സിനിടയ്ക്ക് അലോയ്സ് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് പ്ലേസ് ചെയ്യും. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗോൾഡ്. രണ്ട് സിലിക്കൺ ലെയേഴ്സിനിടയ്ക്ക് ഗോൾഡ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രഷറും അപ്ലൈ ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ, അതായത് യൂടാക്റ്റിക് ടെമ്പറേച്ചർ എത്തുമ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് സിലിക്കണിലോട്ട് ഡിഫ്യൂഷൻ നടക്കും. ത്രൂ ദിസ് ഡിഫ്യൂഷൻ പ്രോസസ് ഗോൾഡ് സിലിക്കൺ അലോയ് ഈസ് ഫോംഡ് അറ്റ് ദ ഇൻ്റർഫേസ്. ദറ്റ് ഈസ് എ ബോണ്ട് ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ ഇൻ്റർഫേസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. അവിടെ പീസോ റെസിസ്റ്ററും അതായത് ഡോപ്ഡ് സിലിക്കണും സിലിക്കൺ സബ്സ്ട്രേറ്റും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് ലെയേഴ്സിനിടയ്ക്ക് ഞാനൊരു അലോയ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അലോയ് എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് ടിൻ ആണ്. 80% ഗോൾഡ് ആൻഡ് 20% ടിൻ. ഓക്കെ. ദെൻ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. നല്ല രീതിയിൽ ബോണ്ടിങ് നടക്കാനും വോയിഡ്സ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്ലാറ്റ് സർഫസ് കിട്ടുന്നതിനായിട്ട് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ദെൻ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗോൾഡ് ആറ്റംസ് എന്ന് പറയുന്നത് സിലിക്കണിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ദ വിൽ ബി ഡിഫ്യൂഷൻ. ദെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സും ഇൻക്രീസ് ചെയ്യും. അറ്റ് യൂടാക്റ്റിക് ടെമ്പറേച്ചർ മോർ ആൻഡ് മോർ ഗോൾഡ് ആറ്റംസ് വിൽ ബി മൈഗ്രേറ്റഡ് ടു ദ സിലിക്കൺ ആൻഡ് യൂടാക്റ്റിക് ബോണ്ട് ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ ഇൻ്റർഫേസിംഗ് ലെയേഴ്സ്. ഓക്കെ. അവിടെ അഡ്ഹസീവ് മെത്തേഡിനെക്കാട്ടി ബെറ്റർ ബോണ്ടിങ് ആയിരിക്കും യൂടാക്റ്റിക് ബോണ്ടിങ്ങിന്. ഈ രണ്ട് മെത്തേഡിനും ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യണം. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ലോ ടെമ്പറേച്ചർ പ്രൊഫൈലിൽ നടക്കുന്ന ബോണ്ടിങ് നോക്കാം. ദറ്റ് ഈസ് ആനോഡിക് ബോണ്ടിങ്. കോമൺലി ആനോഡിക് ബോണ്ടിങ് നടക്കുന്നത് ലോ ടെമ്പറേച്ചർ പ്രൊഫൈലിലാണ്. അപ് ടു 250 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഒരു ബോണ്ടിങ് നടക്കുന്നത്. അവിടെ ഹൈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. കോമൺലി ആനോഡിക് ബോണ്ടിങ് നടത്തുന്നത് ഇത്തരം ലെയേഴ്സിലാണ്. ഗ്ലാസ് ടു ഗ്ലാസ് ലെയേഴ്സ്, ഗ്ലാസ് ടു സിലിക്കൺ ലെയേഴ്സ്, ഗ്ലാസ് ടു സിലിക്കൺ കോമ്പൗണ്ട്സ്, ഗ്ലാസ് ടു മെറ്റൽസ് ആൻഡ് സിലിക്കൺ ടു സിലിക്കൺ. ഡിഫറെൻറ്റ് ഗ്ലാസ് ലെയേഴ്സിൽ ബോണ്ടിങ് നടത്താം. സോഡിയം റിച്ച് ആയിട്ടുള്ള പൈറസ് ഗ്ലാസ് ആണ് കൂടുതലും യൂസ് ചെയ്യുക. ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. അവിടെ ഗ്ലാസ് വേഫറും സിലിക്കൺ വേഫറും ബോണ്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. ഗ്ലാസ് വേഫറിന് മുകളിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു വെയിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫ്ലാറ്റ് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. വോയിഡ്സ് അവോയ്ഡ് ചെയ്യാം. ദെൻ ഗ്ലാസ് വേഫറിനും സിലിക്കൺ വേഫറിനും ഇടയ്ക്ക് ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. DC വോൾട്ടേജ് 200 to 1000 വോൾട്ട്സ്. ഓക്കെ. ഗ്ലാസ് വേഫർ എന്ന് പറയുന്നത് കാഥോഡാണ്, സിലിക്കൺ വേഫർ എന്ന് പറയുന്നത് ആനോഡാണ്. ഇപ്പോൾ ഗ്ലാസ്സിലുള്ള സോഡിയം പ്ലസ് അയോൺസ്, Na+ അയോൺസ് നെഗറ്റീവ് ടെർമിനലോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഡിപ്ലീറ്റ് ചെയ്യും.
O- അയോൺസ് മാത്രം ആ ഒരു ഇൻ്റർഫേസിൽ കാണും. ദെൻ അവിടെയുള്ള സിലിക്കൺ എന്ന് പറയുന്ന ആനോഡാണ്. അപ്പോൾ Si+ അയോൺസ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും, അവിടെ അക്യുമുലേറ്റ് ചെയ്യും. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ പ്രൊഫൈലാണ് വർക്ക് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ബോണ്ടിങ് പെർഫെക്റ്റ് ആയിട്ട് നടക്കും. എനിവേ സർഫസ് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ പ്രൊഫൈലിൽ നടക്കുന്ന മറ്റൊരു ബോണ്ടിങ് ടെക്നിക്കാണ് ഡയറക്റ്റ് ബോണ്ടിങ് ഓർ ഫ്യൂഷൻ ബോണ്ടിങ് ഓർ സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ്. അവിടെ ചെയ്യുന്നത് 2 സിലിക്കൺ സബ്സ്ട്രേറ്റ് ലെയേഴ്സ് ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷർ കൊടുത്ത് ബോണ്ട് ചെയ്യുകയാണ്. ഒരു സിലിക്കൺ ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ അറ്റ്മോസ്ഫിയർ കണ്ടീഷനിൽ തന്നെ അവിടെ ഓക്സൈഡ്സ് ഫോം ചെയ്യും. അതിനെ നേറ്റീവ് ഓക്സൈഡ് എന്നാണ് പറയുന്നത്. വളരെ തിന്നായിട്ടുള്ള ഓക്സൈഡ് ലെയറാണ്. അപ്പോൾ സിലിക്കൺ മേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റർഫേസിൽ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ വരുന്നുണ്ട് ഓൾറെഡി. സോ അവിടെ OH ബോണ്ടിങ് നടക്കും. ദെൻ ഹൈ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അനീലിംഗ് പ്രോസസ്സിൽ ഈ ബോണ്ടിങ് എന്ന് പറയുന്നത് ഫർദർ സ്ട്രോങ് ആവും. നോർമലി സിലിക്കൺ ടു സിലിക്കൺ ബോണ്ട് ചെയ്യാനാണ് സിലിക്കൺ ഫ്യൂഷൻ ബോണ്ടിങ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത്തരത്തിലുള്ള ബോണ്ടിങ്ങും പോസിബിളാണ്. പ്യുവർ സിലിക്കൺ ടു സിലിക്കൺ, സിലിക്കൺ വിത്ത് നേറ്റീവ് ഓക്സൈഡ് ടു സിലിക്കൺ, സിലിക്കൺ ഡയോക്സൈഡ് ടു സിലിക്കൺ ഡയോക്സൈഡ്, ഗാലിയം ആർസനൈഡ് ടു സിലിക്കൺ ആൻഡ് സിലിക്കൺ ടു ഗ്ലാസ്. ദെൻ അവിടെ വരുന്ന പ്രോസസ്സിംഗ് സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേഫർ പ്രീ പ്രോസസ്സിംഗ്, ദെൻ പ്രീ ബോണ്ടിങ് അറ്റ് റൂം ടെമ്പറേച്ചർ, ദ ലാസ്റ്റ് വൺ അനീലിംഗ്, ദറ്റ് ഈസ് ട്രീറ്റ്മെൻറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. വേഫർ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഏത് ബോണ്ടിങ് ടെക്നിക്ക് ആണെന്നുണ്ടെങ്കിലും അൾട്രാ ക്ലീൻ സർഫസ് വേണം. അവിടെ സിലിക്കണിൽ OH ഗ്രൂപ്പ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേഫേഴ്സിൽ വാട്ടർ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്യും. ദെൻ വേഫേഴ്സ് അലൈൻ ചെയ്ത് ജോയിൻ ചെയ്യും. ദെൻ ഹൈ പ്രഷറിലാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സ്ട്രീം ഫ്ലാറ്റ് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അവിടെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ തന്നെ OH ബോൺസ് ഫോം ചെയ്യും, SiOH ബോൺസ്. ദെൻ റൂം ടെമ്പറേച്ചറിൽ തന്നെ അവിടെ പോളിമറൈസേഷൻ നടക്കും. ദറ്റ് ഈസ് SiO ബോൺസ് ആർ ഫോംഡ്. ബോണ്ടിങ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യും, ദാറ്റ് ഈസ് അനീലിംഗ് പ്രോസസ്സ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ബോണ്ടിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അവിടെ പ്രീ ബോണ്ടിങ്ങിന് ശേഷം ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ സിലിക്കൺ ഇൻ്റർഫേസിംഗ് ലെയേഴ്സ് മോർ റിയാക്റ്റീവായിട്ട് മാറും, മോർ SiO ബോൺസ് ആർ ഫോംഡ്. അപ്പോൾ ബോണ്ടിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ സിലിക്കൺ ഓൺ ഇൻസുലേറ്ററും വയർ ബോണ്ടിങ് ടെക്നിക്സും പറയാം. ഓക്കെ.